നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷേ ഇന്ന് നമ്മളോട് ഒരു ചോദ്യം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ദൈവം നമ്മളെ ശിക്ഷിക്കാറുണ്ടോ? ദൈവം നമുക്ക് തല്ല് തരാറുണ്ടോ? ദൈവം നമ്മളെ ശാസിക്കാറുണ്ടോ? ഒരു ഭാഗം നമുക്കൊന്ന് വായിക്കാം. എബ്രായർ 12:5 മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? മകനെ, കർത്താവിൻ്റെ ശിക്ഷണം നിരസിക്കരുത്. കർത്താവ് ശാസിക്കുമ്പോൾ തളർന്നു പോകുകയും അരുത്. അപ്പോൾ ദൈവം നമ്മളെ ശിക്ഷിക്കും, ദൈവം നമ്മളെ ശാസിക്കും. അതൊരിക്കലും നമ്മൾ നിരസിക്കരുത്. നമുക്കെപ്പോഴും അനുഗ്രഹങ്ങൾ മാത്രം പോരാ. ദൈവം നമ്മൾ ശിക്ഷിക്കുമ്പോൾ അത് നമ്മൾ ഏറ്റുവാങ്ങുവാനും നമ്മൾ തയ്യാറാകണം. കാരണം ഒരു പാട്ടുണ്ടല്ലോ, ബാലശിക്ഷ നൽകുമെന്ന് അപ്പനെങ്കിലും ചേലഴും തൻ സ്നേഹം കുറഞ്ഞു പോയിട. അപ്പോൾ ദൈവം എന്നെ ശിക്ഷിക്കുന്നു എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ നിന്ന് കുറഞ്ഞു പോവുകയില്ല. തൊട്ടടുത്ത വാക്യം പറയുന്നു, കർത്താവ് താൻ സ്നേഹിക്കുന്നവന് ശിക്ഷണം നൽകുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും അടിക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അടിയും ശിക്ഷണമൊക്കെ കിട്ടുന്നതിന് കാരണം എന്തുവാണ്? ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ നമ്മുടെ മക്കൾ തെറ്റ് കാണുമ്പോൾ നമ്മളവരെ ശാസിക്കാറുണ്ട്, ശിക്ഷിക്കാറുണ്ട്. പക്ഷെ ആരെയും നമ്മൾ കൊന്നുകളയത്തില്ല. നമ്മൾ ശാസിക്കും, നമ്മൾ ശിക്ഷിക്കും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ പറയുന്ന രീതിയിൽ അവർ നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശിക്ഷിക്കുന്നത്. ഇതുപോലെയാണ് സ്വർഗത്തിലിരിക്കുന്ന പിതാവും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ശാസനയും ശിക്ഷണവും ഒക്കെ തരുന്നത്. അതുകൊണ്ട് ഈ ശാസന കിട്ടുമ്പോൾ, ശിക്ഷണം കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തിനെതിരെ തിരിയുകയോ അയ്യോ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ശാപം വന്നല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു നടക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കൽ കൂടെ ഉറപ്പിക്കുക, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ വീണ്ടും അണയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു, ദൈവം എന്നെ വീണ്ടും മാറോട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ ശാസനയും ശിക്ഷയും ഒക്കെ തന്നത്, എന്നെ നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. 10 വാക്യത്തിൽ പറയുന്നു, അവർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു കാലത്തേക്ക് നമുക്ക് ശിക്ഷണം നൽകി. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ നമ്മെ ശിക്ഷണത്തിന് വിധേയരാക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയിലെത്തിയാൽ മാത്രമേ, വിശുദ്ധന്മാർക്ക് മാത്രമേ ആ സ്വർഗരാജ്യത്തിൽ കയറാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ദൈവം ശിക്ഷിക്കുമ്പോൾ വിഷമിക്കേണ്ട, കരയേണ്ട. ദൈവം നിങ്ങളെ ശാസിക്കുമ്പോൾ നിങ്ങൾ തളർന്നു പോകേണ്ട. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗരാജ്യത്തിൽ നമ്മളെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ വഴികളിൽ നടത്തി നമ്മളെ നീതീകരിച്ച് സ്വർഗരാജ്യത്തിൽ കയറ്റുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഈ ശാസനയും ശിക്ഷയും ഒക്കെ തരുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുക. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.